നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ജസീം കാവന്നൂരിൻ്റെ വീട് ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി കോവോ ആർക്കിടെക്ചർ സ്റ്റുഡിയോ നമ്മൾ തന്നെ ചെയ്ത ഒരു പ്രൊജക്റ്റാണിത്. ഈ പ്രൊജക്റ്റ് പറയുന്നതിന് മുന്നേ ഈ മാസം നമ്മുടെ 5 പ്രൊജക്റ്റ് എന്ത് ചെയ്ത് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ 5 ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. ഫസ്റ്റ് വരുന്നത് ഷാഹിദ് കടുങ്ങൂത്താണ്, സെക്കൻഡ് വരുന്നത് നിമ്മി കാലിക്കറ്റാണ്, തേർഡ് വരുന്നത് ജസീം കാവന്നൂരാണ്, ഫോർത്ത് വരുന്നത് സിറാജ് കൊടുവള്ളിയാണ്, ഫിഫ്ത്ത് വരുന്നത് പ്രജിലേഷ് വടകരയാണ്. ഈ 5 പ്രൊജക്റ്റും ഹൗസ് വാമിങ് കഴിഞ്ഞ ഒരു മാസമായതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇത് 16 സെൻറ്റിൽ 2850 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു കിടിലം പ്ലാനാണ്. സാധാരണ കോവോ ചെയ്യുന്ന എല്ലാം ഒരു കണ്ടംപററി സ്റ്റൈലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, എല്ലാ വീടും ഒരു കണ്ടംപററി സ്റ്റൈൽ. എന്നാൽ അതിൽ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ട് സ്ലോപ്പ് റൂഫിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലോട്ട് നമുക്കൊന്ന് പോകാം. ഒരു വീടിന് സാധാരണ നമ്മൾ 2 ഗേറ്റ് കൊടുക്കാറുണ്ട്. പക്ഷെ 2 ഗേറ്റ് കൊടുക്കുമ്പോൾ ഒന്ന് ചെറിയ ഗേറ്റും ഒന്ന് വലിയ ഗേറ്റ് വയ്ക്കും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ 2 വലിയ ഗേറ്റാണ്. അത് അവിടെ കൊടുക്കാനുള്ള കാരണം ആ ഭാഗത്താണ് ഈ വീടിൻ്റെ പോർച്ചുള്ളത്. പോർച്ചിലോട്ട് നേരിട്ട് എൻട്രി കിട്ടാനും അത് മാത്രമല്ല ഏകദേശം ഒരു 25-30 മീറ്റർ എന്തുണ്ട് റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. അതുകൊണ്ടൊക്കെ എന്ത് ചെയ്തു, ആ ഭാഗത്തൊരു ഗേറ്റ് കൊടുത്തു. അതിൽ നമുക്ക് നേരിട്ട് പോർച്ചിലോട്ട് എൻട്രി ചെയ്യാൻ പറ്റും. നല്ല സിമ്പിളായിട്ടുള്ള ഒരു കോമ്പൗണ്ട് വാളാണ് ചെയ്തിട്ടുള്ളത്. ജാളി വർക്ക് കൊടുത്തിട്ടുള്ള ഹോളോവിക്സ് മുകളിൽ കൊടുത്തിട്ട് സിമ്പിളായിട്ടുള്ള ഒരു കോമ്പൗണ്ട് വാളാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ, റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഹൈറ്റ് കുറച്ചിട്ടുള്ള ഒരു സ്ലൈഡിങ് ഗേറ്റും കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ആൻഡ് ഷീറ്റും കൂടിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 മീറ്റർ ഹൈറ്റിലാണ് വീട് കിടക്കുന്നത്. അപ്പോൾ ഫുള്ള് കടപ്പാണ് ചെയ്തിട്ടുള്ളത്, നല്ല രീതിയിലാണ് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, കംപ്ലീറ്റ് സ്ലോപ്പിനാണ്. ഒരു 75% സ്ലോപ്പ് പ്രൂഫാണ്. മുകളിൽ നമുക്ക് ആ ബാൽക്കണി ഒഴിവാക്കിയ ബാക്കിയുള്ള എല്ലാം സ്ലോപ്പ് പ്രൂഫാണ്. അതേപോലെ തന്നെ പോർച്ച് അടക്കം സ്ലോപ്പാണ് വരുന്നത്. ഇതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലിവിങ് ആൻഡ് സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഏരിയയാണ് വരുന്നത്. ഈ ഒരു ഏരിയയിൽ ഏറ്റവും ഭംഗി കൂടാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രിക്ക് ക്ലാഡിങ് വെച്ചിട്ടുണ്ട്. അതിന് നല്ല രീതിയിലൊരു വിൻഡോ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി സിറ്റ് ഔട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിറ്റ് ഔട്ടിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സിറ്റ് ഔട്ടിൻ്റെ അടുത്ത് ഡൈനിങ് ഏരിയയിലേക്ക് കൊടുത്തിട്ടുള്ള ഈ ഒരു വലിയ വിൻഡോ ആണ്. ഈ വിൻഡോ ജസ്റ്റ് വിൻഡോൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 4.20 ആണ്. 4.20 2.10 ഹൈറ്റിൽ വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അടിയിൽ കംപ്ലീറ്റ് ലൂവേഴ്സും മുകളിൽ കംപ്ലീറ്റ് ഓപ്പണിംഗും ആണ്. ഇനി സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ടിട്ട് മുകളിൽ പോളികാർബൺ ഷീറ്റ് ഇട്ട് മറച്ചിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒരു ഡ്രൈ കോർട്ട്യാർഡ് ഉണ്ട്. ഇവിടെ എന്തിട്ട് ഒരു പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, പോർച്ച് അത്യാവശ്യം ഒരു 2 വണ്ടിയൊക്കെ ഇടാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പോർച്ചാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 16 സെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വിശാലമായ മുറ്റം മുന്നിലുണ്ട്. അതിനവരെന്ത് ചെയ്തിട്ടുണ്ട്, നല്ല ചെടികൾക്കും കൂടി മരങ്ങൾക്കും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം ഫ്രൂട്ട്സ് ആയിട്ടും മാവായിട്ടും പേരക്കയായിട്ടും ഒരു 5-6 ഫ്രൂട്ട്സ് തൈകൾ ഇവിടെ നട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ ഉള്ളിലോട്ട് പോകാം. സിറ്റ് ഔട്ടിൻ്റെ ഉള്ളിൽ മെയിൻ ഡോറാണ് നമുക്ക് ഫസ്റ്റ് വിശദീകരിക്കേണ്ടത്. മെയിൻ ഡോർ നമുക്കൊക്കെ റെഫർ ചെയ്യാൻ പറ്റിയ രൂപത്തിൽ തന്നെയാണ് മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു മാഷാ അള്ളാൻ്റെ കാലിഗ്രാഫി ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ചെറിയൊരു ടീപ്പോയും അതുപോലെ തന്നെ 2 ചെയറും ഉണ്ട്. മെയിൻ ഡോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാഫ് ആൻഡ് ഹാഫ് പോർഷനിലാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ ഒരു 3-4 ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കൊടുക്കുന്ന വ്യത്യസ്തമായിട്ട് ഏകദേശം ഒരു 5 mm ഒക്കെ തിക്നെസ്സിലാണ് ലൂവേഴ്സ് ചെയ്തിട്ടുള്ളത്. ഒരു സിമ്പിളായിട്ടുള്ള മെയിൻ ഡോറാണ്. 240 ആണ് മെയിൻ ഡോറിൻ്റെ ഹൈറ്റ് വരുന്നത്. ഫുൾ വിഡ്ത്തിൽ തന്നെ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തുറന്ന് നേരെ കയറി കഴിഞ്ഞാൽ ഒരു ഫോയർ സ്പേസിലോട്ടാണ് നമ്മൾ കയറുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമ്മുടെ വരവേൽക്കുന്നത്. ഈ ലിവിങ് ഏരിയ എന്ന് പറയുമ്പോൾ അതിനെ മനോഹരമാക്കുന്നത്, അതിനെ ക്യൂട്ടാക്കുന്നത് അതിൻ്റെ സോഫയുടെ സെലക്ഷനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറും കൂടിയാണ് ഈ സോഫ. ഒരു വുഡൻ കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളറിലോട്ട് തന്നെ ടീപ്പോയി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കളറിലോട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ലുവേഴ്സും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മാച്ച് ആവുന്ന ഡിസൈനാണ്. LCD യൂണിറ്റ് ആണെങ്കിലും കർട്ടൻ, സോഫ എല്ലാ കോമ്പിനേഷനും വളരെ മനോഹരമാക്കി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോയർ സ്പേസിൽ നിന്ന് ഈ ലിവിങ്ങിൽ നമ്മൾ വീണ്ടും ഫോയർ സ്പേസിലോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തുന്നത് നേരെ ഒരു ബെഡ്റൂമിലോട്ടാണ്. നമ്മളിപ്പോൾ കണ്ട ഈ സോഫ, ഡൈനിങ് ടേബിള്, ഇനി കാണാൻ പോകുന്ന ബെഡ്, ഇവരൊക്കെ ചെയ്തിട്ടുള്ളത് ഇവരുടെ ഫർണിച്ചർ ടീം, ഇവരുടെ ഫാമിലി മെമ്പർ തന്നെ വുഡ് കാസ എന്ന് പറഞ്ഞിട്ട് കാവന്നൂരിലുള്ള ടീമാണ്. ബെസ്റ്റ് ടീമാണ് എന്ന് മാത്രമല്ല, നമ്മളൊരു ഫോട്ടോസോ നമുക്ക് കസ്റ്റമൈസ് ചെയ്തതിന് ഡിസൈൻ അവർക്ക് അയച്ചു കൊടുത്താൽ നമ്മുടെ മനസ്സിൽ എന്താണുള്ളത് അതിനേക്കാൾ മനോഹരമാക്കി അവർ ചെയ്തു തരും. അതിന് ഉദാഹരണമാണ് നമ്മൾ നേരത്തെ കണ്ട സോഫ. ഇനി ഇവർ ഈ ബെഡും ഡൈനിങ് ഏരിയയും ഈ ലിവിങ്ങിലുള്ള സോഫയൊക്കെ അവർ ചെയ്തതാണ്, നമുക്കെല്ലാം കാണാൻ പറ്റും. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ വുഡ് കാസ കവന്നൂർ എന്ന് പറഞ്ഞ ടീം ചെയ്ത ബെഡ് കംപ്ലീറ്റ് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം എന്തെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഇന്റീരിയർ ഡ്രോയിങ് ആയതിനു ശേഷം അവരെ സമീപിച്ചാൽ മതി.
അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബെഡ്റൂമാണിത്. കംപ്ലീറ്റ് ഞാൻ പറഞ്ഞു കോവോ ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തും എന്ത് ചെയ്യും, വലിയ വലിയ വിൻഡോസ് കൊടുക്കാറുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയൊരു വിൻഡോസ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ചെറിയ സ്റ്റഡി ഏരിയ ഉണ്ട്, നല്ല രീതിയിലുള്ള ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാത്റൂമിൻ്റെ ഈ ഒരു സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അലമാര സെറ്റ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് എന്ത് ചെയ്യുക, ഒരു PU ആയിട്ടുള്ള ഒരു മൈക്കാണ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഗ്ലോസി ഫിനിഷാണ്. ബാത്റൂം ആണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളുടെ ഈ ലിവിങ് ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും അടിപൊളി ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡൈനിങ് ഏരിയയാണ്. ഡൈനിങ് ഏരിയ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും എടുത്ത് കാണിക്കുന്നത് വെച്ചാൽ ഡൈനിങ് ഏരിയയിൽ അപ്ലൈ ചെയ്ത ഒരു വിൻഡോ ആണ്. പല ആളുകളും നമ്മോട് ചോദിക്കാറുണ്ട്, ഇത്ര വലിയ വിൻഡോസ് ഒക്കെ കൊടുക്കാൻ പറ്റുമോ? ഈ വിൻഡോസ് സൈസ് ഇത്ര 4:20 2:10 240 ആണ് ലിൻഡലിൻ്റെ ഹൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം വെളിച്ചം വരുന്നുണ്ട്. ഈ വെളിച്ചം അവർക്ക് ഒന്നും കൂടി വേണമെന്നുള്ളതുകൊണ്ടാണ് ഇതേ സംഭവം ഇതേ ഹൈറ്റിൽ നമ്മൾ മുകളിൽ എന്ത് ചെയ്തത്, ഒരു വിൻഡോ കൊടുത്തത്. ആ മുകളിലെ വിൻഡോ സെയിം ലെങ്ത് വരുന്നുണ്ട്, സെയിം ഹൈറ്റ് വരുന്നുണ്ട്. അതിൻ്റെ കർട്ടൻ ഇപ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട്, അങ്ങനെ വെച്ചാൽ നമ്മൾ എങ്ങനെ കർട്ടൻ നീക്കുക? അതിൻ്റെ കർട്ടൻ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കർട്ടൻ നമുക്ക് പൊക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ടേബിൾ നേരത്തെ പറഞ്ഞ അതേ ടീം തന്നെയാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ യൂട്യൂബിൽ നിന്നോ നിങ്ങൾ ഗൂഗിളിൽ നിന്നോ ഏതെങ്കിലും ഫോട്ടോസ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡൈനിങ് ടേബിളും സീറ്റും ചെയറൊക്കെ സെറ്റ് ചെയ്ത് തരും. എനിക്ക് അവരുണ്ടാക്കിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു സോഫയാണ്. നല്ല രീതിയിൽ ഈ സോഫ ഒരു മെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റിച്ചിങ് ഒക്കെ ഒരു ഇമ്പോർട്ടഡ് ക്വാളിറ്റി ഉണ്ട്. അതേപോലെ തന്നെ അവർ ഉപയോഗിച്ച് ഈ റെക്സിനൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്. ഇനി നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ബേസിൻ കൊടുത്തിട്ടുണ്ട്, വാഷ് ബേസിൻ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ബേസിൻ യൂണിറ്റിൽ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള അതിന് ഉപയോഗിച്ചിട്ടുള്ള ബാക്കിലുള്ള ടൈലും പിന്നെ മിററിൻ്റെ സെലക്ഷനുമാണ്. നല്ലൊരു മിറർ ലൈറ്റും ഒരു ടേബിൾ ടോപ്പ് ബേസിനും ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും എക്സ്പെൻസീവ് കുറഞ്ഞ എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ കാണാൻ മിനിമം ഭംഗിയുള്ള ഒരു ഹാൻഡ് റെയിലിൻ്റെ ഡിസൈനാണിത്. 10mm MS-ൻ്റെ റാഡും വുഡൻ്റെ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഒരു 15 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് ഇത് ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഇതൊരു വുഡൻ ടൈൽ എന്താണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെയറിൻ്റെ താഴെ ഒരു സ്റ്റോറേജ് സ്പേസ്, സാധാരണ ഇങ്ങനത്തെ ഒരു സ്റ്റോറേജ് സ്പേസ് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുള്ളൂ. 3 ലെയറിലായിട്ട് നമുക്ക് മാക്സിമം സ്പേസ് സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇൻവെർട്ടറും ബാറ്ററിയും എല്ലാവരും ഇവിടെ തന്നെയാണ് അപ്ലൈ ചെയ്യാറ്. അതും ഇവിടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടി എയർ പാസിങ്ങിന് വേണ്ടിയിട്ട് ഒരു സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്താണ് സാധാരണ സ്റ്റെയറിൻ്റെ അടിയിൽ നമ്മൾ ചെയ്യാറെന്തായിരുന്നു, ബാത്റൂം ആയിരുന്നു. എന്നാൽ പ്രയർ ഏരിയയാണ് ഈ ഒരു ഭാഗത്ത് സെറ്റായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു പ്രയർ റൂമാണുള്ളത്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു ബെഡ്റൂമും കൂടി കാണാം. ഇതവരുടെ ഒരു ഗസ്റ്റ് ബെഡ്റൂമാണ്. ഈ ഗസ്റ്റ് ബെഡ്റൂമും കസ്റ്റമൈസ്ഡ് ബെഡ് തന്നെയാണ്. സാധാരണ നമ്മൾ ഇത്രയും കാലം ചെയ്ത ഇൻറ്റീരിയറിന് വ്യത്യസ്തമായിട്ട് കസ്റ്റമൈസ്ഡ് ബെഡാണ് കട്ടിലാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഒരു തേക്കിൻ്റെ ഡിസൈനാണ്. ഇതിന് 2 സൈഡിലായിട്ട് വിൻഡോ ഉണ്ട്, വലിയ വിൻഡോസ് തന്നെയാണ്. അലമാര ഒരു സിമ്പിളായിട്ടുള്ള അലമാരയാണ്. 3 ഡോറിൻ്റെ അലമാരയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബാത്റൂമിൻ്റെ കാഴ്ചകൾ കാണാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടത്, നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നത് ഇവരുടെ കിച്ചണാണ്. ഇവരുടെ കിച്ചൺ എന്ന് വെച്ചാൽ നമുക്ക് പാകത്തെ ഒരു സൈസാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നല്ല ലൈറ്റിങ്ങും ഒരുപാട് വിൻഡോസും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള ഒരു കിടിലൻ കിച്ചൺ തന്നെയാണ്. ടൈൽ തന്നെയാണ് ടോപ്പിൽ അപ്ലൈ ചെയ്തിട്ട്. ടൈൽ നമ്മൾ ടോപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് കോസ്റ്റ് കുറക്കാൻ പറ്റും. കോസ്റ്റ് നല്ല വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരു ക്ലയൻ്റാണ് ജസീം. അതുകൊണ്ട് തന്നെ ജസീമിനെ അത് കറക്റ്റ് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റിയിട്ടുണ്ട്. സാധാരണ എപ്പോഴും നമുക്കൊരു മാതൃകാപരമായിട്ടുള്ള ഒരു ക്ലയൻസും കൂടിയാണ്. കാരണം എന്താ വെച്ചാൽ പല ആളുകളും അവർ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൻ്റെ എത്രയോ ഇരട്ടി പോകാറുണ്ട്. എന്നാൽ അവർ ഉദ്ദേശിച്ച എത്രയാണോ ബഡ്ജറ്റ് അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ടൈലിന് മേലെ അപ്ലൈ ചെയ്തു, അത് ഡബിളായിട്ട് ഒട്ടിച്ചു. അപ്പോൾ ശരിക്കും നമുക്ക് നല്ലൊരു ഫീലും കിട്ടി, നല്ലൊരു റിച്ച്നെസ്സും കിട്ടി. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് പ്രൊഫൈൽ ലൈറ്റുകൾ, നല്ല രീതിയിലുള്ള പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ഏരിയ ഉണ്ട്, ക്ലോസ്ഡ് ഏരിയ ഉണ്ട്. നോർമൽ ഗ്ലോസി ആയിട്ടുള്ള മൈക്ക് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വാഷിംഗ് മെഷീനുള്ള സ്പേസും അതേപോലെ തന്നെ നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നല്ലൊരു 6 ആൾക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 4 ഡോറുള്ള ഫ്രിഡ്ജ് ഉണ്ട്. അതേപോലെ തന്നെ ചിമ്മിനി, സ്റ്റൗവും സിങ്കും എല്ലാം കറക്റ്റ് സ്ഥലത്ത് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് ഒരു കിച്ചണാണ്, നമുക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന കിച്ചണാണ്. സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, പുറത്ത് ഒരു ഷീറ്റ് ഇട്ടിട്ട് ഒരു സ്പേസ് ഉണ്ട്, അതിലോട്ടുള്ള ഡോറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം അടങ്ങുന്ന ഒരു അടിപൊളി കിച്ചണാണ്. ഇനി നമുക്ക് അപ്സ്റ്റെയറിലെ കാഴ്ചകളാണ് കാണാനുള്ളത്. അപ്സ്റ്റെയറിലെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ C ടൈപ്പിലുള്ള സ്റ്റെയറാണ്.
ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു അപ്പർ ലിവിങ് സ്പേസിലോട്ടാണ് എത്തുന്നത്. ഇവിടെ ഡബിൾ ഹൈറ്റ് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ഹാങ്ങിങ് ലൈറ്റ്സും ഉണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ച അടിപൊളിയാണ്. നേരെ നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചെറിയൊരു ലിവിങ് സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഇവിടെ കറക്റ്റ് കാണുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കൂടുതൽ വിശദീകരിക്കാനൊന്നുമില്ല, അതേ സെയിം ഒരു ബെഡ്റൂം ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അടിയിൽ കൊടുത്ത എല്ലാം സെയിം ഡിസൈനാണ്, സെയിം വാർഡ്രോബാണ്, സെയിം ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ കാഴ്ച ഒന്ന് കാണാം. ഇനി നമുക്ക് അടിയിലുള്ള മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മുകളിൽ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം കൂടി ചെയ്തിട്ടുണ്ട്. ഒരു സിമ്പിൾ ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ബെഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ടീമിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. അലമാര നമ്മൾ നേരത്തെ പറഞ്ഞ ബെഡ്റൂം അതേപോലെ തന്നെ അതേ സ്പേസിൽ തന്നെ, അതേ സ്പേസ് മിറർ യൂണിറ്റും ഉണ്ട്, ബാത്റൂമും വരുന്നുണ്ട്. ഇനി നമുക്ക് വരുന്നത് ചെറിയൊരു ബാൽക്കണിയാണ്. ബാൽക്കണി വളരെ ചെറിയ ഒരു ബാൽക്കണിയാണ് ചെയ്തിട്ടുള്ളത്. മുന്നിൽ ആ ലിവിങ്ങിൻ്റെയും സിറ്റ് ഔട്ടിൻ്റെ ഒക്കെ ഓപ്പൺ ടെറസ് ഇവിടെ മുന്നിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷം. നേരത്തെ പറഞ്ഞു നമ്മുടെ 5 പ്രൊജക്റ്റ് ഈ ഒരു മാസം ഹൗസ് ഫാം ചെയ്തുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ 1 ലക്ഷം ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അതിൻ്റെ ഹാപ്പിനെസ്സും നിങ്ങളെ അറിയിക്കുകയാണ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റൊന്നും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.